ഇതൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേതം ഉണ്ടോ? ആത്മാവുണ്ടോ? പ്രേതത്തിനെ കണ്ടവരുണ്ടോ? ഞാൻ പ്രേതത്തിനെ കണ്ടു എന്ന് പറഞ്ഞാൽ പറയും, നിങ്ങൾ പറയും നിങ്ങൾ 4 സബ്സ്ക്രൈബർ കിട്ടാനോ 4 വ്യൂ കിട്ടാനോ വേണ്ടി നുണ പറയാമെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ലല്ലോ മോഹൻലാൽ വ്യൂവും വേണ്ട, അങ്ങനെ സബ്സ്ക്രൈബറും വേണ്ട. മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കലാകാരനാണ്. അപ്പോൾ ആ കലാകാരൻ ഒരു പ്രേതത്തിനെ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അല്ലേ? അതന്നെ. അപ്പോൾ അതുകൊണ്ട് മോഹൻലാൽ കണ്ട ഒരു പ്രേതത്തിൻ്റെ കഥയാണ് നമ്മളിന്ന് പറയണത്. ഇതിപ്പോൾ ഞാൻ പറയണത് മാത്രമല്ല, ഞാൻ ഈ വീഡിയോയുടെ അവസാനം മോഹൻലാൽ നേരിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ ഞാൻ വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവല്ലോ. മോഹൻലാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്പർ 20 മദ്രാസ് മെയിൽ, അത് കുറേ ഷൂട്ടിങ് ഷൊർണൂരായിരുന്നു. ഞാനൊക്കെ ഷൂട്ടിങ് കാണാൻ പോയിൻ്റെ അവിടെ വന്ന് ആ ഷൂട്ടിങ് കുറേ മദ്രാസിലുണ്ട്. അപ്പോൾ മദ്രാസ് ഷെഡ്യൂളിൽ കഴിഞ്ഞ് മോഹൻലാലിന് എത്രയും പെട്ടെന്ന് പിന്നെ അടുത്ത ഒരു പിറ്റേ ദിവസം തന്നെ ഷൂട്ടിങ് തുടങ്ങുന്നത് നമ്മുടെ ഷൊർണൂരാണ്. അപ്പോൾ അവിടേക്ക് എത്തണം. അപ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് മോഹൻലാലിനെ വെച്ചാൽ രാത്രി അവിടെ ഒരുപാട് സമയം ഷൂട്ട് ചെയ്ത കാരണം രാത്രി 2 ദിവസം രാത്രി പുതിയ ഷെഡ്യൂളിൽ നടന്നത്. അപ്പോൾ അതുകൊണ്ട് ഉറക്കം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു പ്ലെയിൻ ടിക്കറ്റൊന്നും വേണ്ട, പിന്നെ പ്ലെയിനിൽ കയറിയാൽ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് അന്ന് നെടുമ്പാശ്ശേരിയും കുടുംബാശ്ശേരിയും ഒന്നും ഇല്ല, അന്ന് കരിപ്പൂരും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിലൊരു കൂപ്പ, മോഹൻലാൽ മാത്രമായിട്ടൊരു കൂപ്പ ബുക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂപ്പയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 കൂപ്പ ഉണ്ടാവും ആ ബോഗിയിൽ മൊത്തം. അപ്പം അങ്ങനെ അത്രയും സെക്യൂറായിട്ട് ഒരാൾക്ക് പോലും പുറത്തേക്ക് നിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ആകെ ടിക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ, വേറെ ഒരു മനുഷ്യന് കയറാൻ പറ്റില്ല. മോഹൻലാൽ ചെന്നു, അങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞ് ചെന്നു, അങ്ങനെ ട്രെയിനിൽ കയറി, ട്രെയിനിൽ യാത്രയായി. ഇങ്ങനെ ഇരിക്കുമ്പോൾ മൂപ്പര് ഫുഡൊക്കെ കഴിച്ചു. അതിന് കുറച്ച് നേരം വേഗം ഇത്തിരി നേരം കിടന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് ഉറങ്ങാൻ കിടന്നു. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഉറങ്ങാൻ കിടന്നു. അപ്പോൾ എൻ്റെ നമ്മുടെ ബോഗിയുടെ മൂപ്പരെ വാതിൽമേൽ തട്ടണു. അപ്പോൾ മോഹൻലാൽ ടി ആയിരിക്കും എന്ന് വിചാരിച്ച് വാതിൽ തുറന്നു. വാതിൽ തുറന്നുകൊണ്ടിരുന്നു ഒരു വയസ്സായ ഒരു സ്ത്രീ, മുടിയൊക്കെ ക്രോപ്പ് ചെയ്തിട്ട് കണ്ടാൽ നല്ല ആഠിത്യം തോന്നുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ മോഹൻലാലിൻ്റെ ആ ബോഗിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ മോൻ്റെ വലിയൊരു ആരാധികയാണ്, എനിക്ക് മോനെ വലിയ ഇഷ്ടമാണ്, എനിക്ക് ഇത്തിരി വെള്ളം തരുമോ കുടിക്കാനായിട്ട് എന്ന് പറഞ്ഞു. തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ മൂപ്പര് മോഹൻലാൽ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നിട്ട് വെള്ളം എടുത്തിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ആ സ്ത്രീനെ കാണാനില്ല. അപ്പോൾ ബോഗിയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് ബോഗിയുടെ പുറത്തേക്ക് ഇറങ്ങി നോക്കി. അപ്പോൾ ഇനി അവിടെയും കാണാനില്ല. അപ്പോൾ മോഹൻലാൽ ചോദിച്ചു, ഇത് അപ്പോൾ എവിടെ പോയി? ഈ ബോഗിയിലേക്ക് ആച്ചാൽ ഒരാൾക്ക് പോലും കംപ്ലീറ്റ് ലോക്കഡാണ്, ഒരാൾക്ക് പോലും ഇങ്ങോട്ട് കയറാനും പറ്റില്ല, ഒരാൾക്ക് ഇതിൽ നിന്ന് ഇറങ്ങാൻ മാത്രമേ പറ്റുള്ളൂ. അത്രയും സെക്യൂറായിട്ടുള്ളൊരു ബോഗിയാണിത്. എന്നിട്ട് ഇപ്പോൾ ഈ സ്ത്രീ അവിടെ പോയി എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ചിലപ്പോൾ അപ്പുറത്താനും നിൽക്കുന്നുണ്ടാവും, ഈ 2 കൂപ്പ വേറെ ഉണ്ടല്ലോ, അതിലത്തെ ആരെങ്കിലും ആവും എന്ന് വിചാരിച്ചിട്ട് മോഹൻലാൽ നേരിട്ട് ഇറങ്ങി വന്നു. അവിടെ ഒരു കൂപ്പയിൽ നോക്കിയപ്പോൾ കംപ്ലീറ്റ് ലോക്കഡാണ്, അവിടെ ഒന്നുമില്ല. പിന്നെ അടുത്ത കൂപ്പയിലാകുമ്പോൾ ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബോഗിയിൽ അവിടെ തുറന്നിട്ടിട്ടുണ്ട്. അവിടെ നോക്കിയപ്പോൾ എൻ്റെ ഒരു വയസ്സായുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ നോക്കിയപ്പോൾ വേറെ ആരുമില്ല. അങ്ങനെ വാഷ് ബേസിൻ്റെ അവിടെ പോയി നോക്കി, അവിടെ ബാത്റൂമുണ്ട്, അവിടെ നോക്കി, അവിടെ ഒന്നും ഒരു മനുഷ്യ ജീവിയില്ല. അങ്ങനെ വന്നിട്ട് അപ്പോൾ ഈ വയസ്സായ ആളിൻ്റെ അവിടേക്ക് പിന്നെയും നോക്കിയപ്പോൾ വയസ്സായ ആൾ ചോദിച്ചു, മോഹൻലാലാണല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതെ. അപ്പോൾ ചോദിച്ചു, ആരെയാണ് നോക്കുന്നത്? അല്ല, ഒരു സ്ത്രീ വന്ന് ഇത്തിരി വെള്ളം ചോദിച്ചു. ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് പോലെ അസുഖം വന്നിട്ടോ എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം എടുത്ത് വന്നോട് കൂടിയിട്ട് ആളെ കാണാനില്ല ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞു. ഭാര്യ എവിടെ എന്ന് ചോദിച്ചു. അവൾ മരിച്ചു. മരിച്ച? അതെ. അപ്പോൾ ആ തന്ത പറയാ, ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വരികയാണ്, ഞങ്ങളുടെ നാട്ടിലേക്ക് പോകണം, തിരുവനന്തപുരത്തേക്ക് പോകണം. അപ്പോൾ എൻ്റെ ഭാര്യ അവിടെ വെച്ച് മരിച്ചപ്പോൾ അവളുടെ ശവം കൊണ്ടാണ് ഞാൻ ഈ പോണത്. പിന്നെ അവിടുത്തെ വീടും എല്ലാം ഒഴിവായി, ആ ഒഴിവായ സാധനങ്ങളെല്ലാം കൂടി കൊണ്ടുപോവുക. ആ സാധനങ്ങളുടെ കൂട്ടത്തിൽ അവളുടെ മൃതദേഹമുണ്ട്. മോനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മോൻ ഈ ബോഗിയിൽ കയറിയിട്ട് അവൾ കണ്ടിട്ടുണ്ട്.
അപ്പോൾ അതോട് കൂടിയിട്ട് മോൻ്റെ അടുത്തേക്ക് വന്നതായിരിക്കാം. അല്ലാണ്ട് ഈ ബോഗിയിൽ അപ്പോൾ ചോദിച്ചു തല ക്രോപ്പ് വെട്ടിയിട്ടുള്ള ഒരു ആളാണോ ചോദിച്ചു, ഈ വയസ്സായ ആൾ ചോദിച്ചു. അപ്പോൾ മോഹൻ പറഞ്ഞു അതെ, ഒരു ഗ്രീൻ കളറ് സാരിയാണ് കൊടുത്തിരിക്കുന്നത്. അതെ, അത് അവൾ തന്നെയാണ്, മോനൊന്ന് കാണാൻ വന്നതാണ്, മോൻ വിഷമിക്കേണ്ട. ഇത് കേട്ടോടുകൂടി മോഹൻലാലിൻ്റെ ബൾബടിച്ചു പോയി. അങ്ങനെ മോഹൻലാൽ വേഗം കൂപ്പയിലേക്ക് പോയി. എന്നിട്ട് മോഹൻലാൽ അന്നത്തെ ഉറങ്ങണം എന്ന് വിചാരിച്ച് ട്രെയിനിൽ പുറപ്പെട്ട ആളെ അവിടെ ഷൊർണൂർ എത്തുന്ന വരെയുള്ള ഉറക്കം പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മോഹൻലാൽ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നുണയുണ്ടോ എന്ന് നമുക്ക് മോഹൻലാൽ പറയണത് നമുക്ക് കേൾക്കാം. അതിനകത്ത് വരാൻ പറ്റില്ല. അപ്പൊ ആരുടെങ്കിലും ഇത് പറയാനെന്ന് എഴുതി അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോ കാണാൻ ഒരു ലാസ്റ്റ് കൂപ്പയിൽ ചെറിയൊരു ലൈറ്റ് കണ്ടു. അപ്പൊ അയാൾ പോയി നോക്കിയപ്പോ കഥവ് തുറന്നപ്പോ ഒരാളവിടെ ഉണ്ട്, ഒരാളിരിക്കുന്നു. അയാളൊരു കണ്ണാടി കൊച്ചിന് കുറച്ചൊരു പ്രായ മനുഷ്യനാണ്. അപ്പൊ അയാൾ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇവിടെ സാറ് മാത്രമേ ഉള്ളൂ ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ. എന്താ? അല്ല ഒന്നുമില്ല. അപ്പൊ എന്ത് പറഞ്ഞു, നിങ്ങൾ വല്ലാതിരിക്കുന്ന അയാൾ വേർത്ത് ഒരു പെട്ടെന്നൊരു സ്ത്രീ രാത്രി വന്ന് വെള്ളം ചോദിച്ചു, കൊടുത്തില്ല. അവരിനിയും പുറത്തു വല്ലതും വീണോ അല്ലെങ്കിൽ എന്ത് പറ്റിയെന്നൊക്കെ അറിയാൻ ഇയാൾ എന്താണെന്ന് ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. അയാൾ ചോദിച്ചാൽ എന്താ ചോദിച്ചപ്പോ ഇല്ല ഒന്നുമില്ല. അല്ല എന്താ പറയൂ, എന്താ പ്രശ്നം ചോദിച്ചാൽ പറഞ്ഞു, അല്ല എൻ്റെ അടുത്തൊരു സ്ത്രീ വന്നിങ്ങനെ ഒരു കുപ്പി വെള്ളം ചോദിച്ചു, വെള്ളം കുടിക്കാന്. പക്ഷെ ഞാൻ അത് എടുത്തോണ്ട് ജസ്റ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ കണ്ടില്ല. അവർ ഇത് ഏതെങ്കിലും ഒരു കൂപ്പയിലുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും വെള്ളം, അതുകൊണ്ട് ഞാൻ ഈ ബോട്ടിലായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി നടക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ചിട്ട് ചോദിച്ചു, എന്റെ മുടിയൊക്കെ ബോബ് ചെയ്ത ഒരു സ്ത്രീയാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതെ. ഒരു കണ്ണാടിയൊക്കെ വെച്ചു. അതെ. അവരൊരു ഗ്രീൻ സാരിയാണ് കൊടുത്തിരിക്കുന്നത്. അതെ. ഓ. അപ്പൊ അയാൾ ഇങ്ങനെ കുറേ സമയം നോക്കിയിട്ട് പറഞ്ഞു, അതെന്റെ ഭാര്യയാണ്. അപ്പോ അയാൾ ഭാര്യയാണ്, എവിടെയാണ്? അയാൾ പറഞ്ഞു, ഇതിന്റെ പുറകിൽ അവരെന്നാ ബ്രേക്ക് വാൻ എന്നാണ് പറയുന്നത്. അവര് മരിച്ചിട്ട് അവരെ മദ്രാസിൽ നിന്ന് അവരെ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോവാണ്. ആ കോഫിന്റെ അകത്ത് അവർ കിടപ്പുണ്ട്. ഇയാൾ പറയാണ്, ഇത് വിശ്വസിക്കാൻ പറ്റുമോ? കാര്യം ഇത്രയും പച്ച സാരി, കണ്ണാടി, മുടി ബോബ് ചെയ്ത് വെള്ളം അന്വേഷിച്ചിരിക്കുകയാണ്. അതേ തൊട്ടപ്പുറത്താണ് അവരുടെ ബ്രേക്ക് വാനിലാണ് എന്നാ ഈ സാധനങ്ങൾ വെക്കുന്നതിന്റെ കൂടെയാണ് ഈ കോഫിൻ വെച്ചിരിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലുള്ള എന്തോ ആണ്. ആ സ്ത്രീയാണ് അവിടെ കിടന്നത്. ഇവർക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ 16 ദിവസം. ഈ 16 ദിവസം ഈ ആത്മാവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ചിരിക്കുന്നത്, കരയണത്, വഴക്ക് കൂടുന്നത്, ഇവരെപ്പറ്റി നല്ലത് പറയണത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അതൊക്കെ കഴിഞ്ഞ് 16 ദിവസം കഴിഞ്ഞ് അവരിവിടുന്ന് യാത്രയാവും. അത് നല്ല ആത്മാക്കളെ ദൈവം വിളിച്ച് വയസ്സായി ദൈവം വിളിച്ച് കൊണ്ടുപോകണ ആത്മാക്കളെ മാത്രം. അല്ലാത്തവർ ഇവിടെ ഒരു ചിലപ്പോൾ 2 കൊല്ലാവാം, ചിലപ്പോൾ 10 കൊല്ലാവാം ഇവിടെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും. അവർക്ക് മോശമില്ല എന്ന് മാത്രമല്ല, അവർക്ക് വേറൊരു ശരീരം പോലും ദൈവം കൊടുക്കില്ല. വേറൊരു ശരീരം കൊടുക്കണമെങ്കിൽ ദൈവം വിളിച്ചിട്ട് ചെല്ലുന്നവരായിരിക്കണം. അവർക്ക് അപ്പോൾ വേറൊരു ബർത്ത് കിട്ടും. പക്ഷേ ഇവിടെ ബർത്ത് കിട്ടില്ല. ഇവിടെ ആത്മഹത്യ ചെയ്യുന്നവർ, അതുപോലെ വിഷം കുടിച്ചാവുന്നവർ, ആക്സിഡൻ്റായി മരിക്കുന്നവർ, ഇവർക്കൊന്നും ബർത്ത് കിട്ടില്ല. ബർത്ത് കിട്ടില്ല എന്നല്ല, വേറൊരു ശരീരം പോലും അവർക്ക് അനുവദിക്കില്ല. അപ്പോൾ അതാണ്. അങ്ങനെ പോണ സമയത്താണ് നമ്മുടെ ലാലേട്ടൻ ഈ കാഴ്ച കണ്ടത്. അത് മോഹൻലാലിന് അത്രയും വിശ്വാസമായെന്നുള്ള നമ്മൾ പറയണത്. അപ്പോൾ നിങ്ങളാരും വിചാരിക്കുന്ന പോലെ പ്രേതം ഇല്ല എന്ന് പറയരുത്. പ്രേതം ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ യുക്തിവാദികളായിട്ട് നടക്കണം. അവരെ മുമ്പിലേക്ക് ഒന്നും വരില്ല. അവരെന്ത് ശബ്ദം കേട്ടാലും അവർക്ക് ഒന്നും തോന്നില്ല. നമ്മൾ പ്രേതത്തിനെ നമ്മളായിട്ട് ഒന്ന് വീക്ഷിക്കണം. എന്നാൽ മാത്രമേ പ്രേതത്തിനെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ വേറെ എന്തൊക്കെയോ തിരക്കിലായിരിക്കാം. അപ്പോൾ മോഹൻലാലിൻ്റെ കഥയിൽ കൂടിയിട്ട്, പ്രേത കഥയിൽ കൂടിയിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.